സൈറാം, എല്ലാവർക്കും സായി കൃപാവാണിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ബാബ പറയുന്ന സന്ദേശമായി നിങ്ങൾ മനസ്സിരുത്തി ഒന്ന് കേൾക്കണം കേട്ടോ. കാരണം സായി സച്ചരിത്തിൽ തന്നെ ബാബ പറയുന്നുണ്ട്, ഞാൻ പല രൂപത്തിൽ നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാമെന്നല്ലേ. ഒരു നായ, ഒരു പൂച്ച, അങ്ങനെ എന്തൊക്കെ ജീവജാലങ്ങളുണ്ടോ ആ ഒരു രീതിയിലൊക്കെ ഞാൻ വരാം. ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ ചിലപ്പോൾ നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടേക്കാം. പക്ഷേ നമ്മുടെ ഒരു വിജയമെന്ന് പറയുന്നത് ബാബ ഏത് രൂപത്തിലാണോ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് അത് നമ്മൾ മനസ്സറിഞ്ഞ് മനസ്സിലാക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ ലഭിക്കും എന്നുള്ളതാണല്ലേ. അപ്പോൾ നമുക്കും ഇനി ബാബയെ പരിപൂർണമായും ഓരോ രൂപങ്ങളിലും നമുക്കും പ്രതീക്ഷിക്കാം. ഒപ്പം ഞാൻ ഇന്ന് പറയുന്നത്, നമ്മളിൽ ഓരോരുത്തരും കടന്നുപോയ ഒരു സാഹചര്യമുണ്ട്. ചിലപ്പോൾ ഇപ്പോഴും ഇത് കേൾക്കുന്ന പലരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാകാം. നമ്മളെ ആരും മനസ്സിലാക്കാത്തൊരവസ്ഥ, നമ്മളൊരു ഒറ്റപ്പെട്ടു പോകുന്ന ഒരവസ്ഥ അല്ലേ. നമ്മൾ എന്ത് നന്മകൾ മറ്റുള്ളവർക്ക് ചെയ്താലും അതിൻ്റെയൊക്കെ അവസാനം നമ്മളിലൊരു കുറ്റം കണ്ടുപിടിക്കുക, നമ്മളിലെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക, ഒരു കാരണവുമില്ലാതെ നമ്മളെ നിരന്തരം വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെയുള്ള ഒരു സാഹചര്യം, നമ്മൾ തീർത്തും ഒറ്റപ്പെട്ടു എന്ന് കരുതുന്ന ഒരു സാഹചര്യം അല്ലേ. അതിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? എപ്പോഴും ഒന്നുകിൽ നമ്മൾ കരഞ്ഞു തീർക്കും അല്ലേ, അല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മളോട് കുറേ ചോദ്യങ്ങൾ ചോദിക്കും. എന്താണ് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത്? ഞാൻ ചെയ്യുന്നതിൽ എന്താണ് ഒരു മിസ്റ്റേക്ക് എന്ന് നമ്മൾ ചോദിച്ചേക്കാം. അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മൾ ഈ ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്താം അല്ലേ. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈശ്വരനിലും അധികം വ്യക്തികളിലേക്ക് നമ്മൾ ആശ്രയിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ പ്രോബ്ലം ഉണ്ടാകുന്നത്. ഇനി തുടങ്ങി ഇത് കേൾക്കുന്ന ഓരോ ബാബ ഭക്തരും ചെയ്യേണ്ടത്, നമ്മൾ അൾട്ടിമേറ്റായിട്ട് നമ്മൾ ആശ്രയിക്കേണ്ടത്, നമ്മൾ സറണ്ടർ ചെയ്യേണ്ടത് നമ്മുടെ സദ്ഗുരുവായ ബാബയിൽ തന്നെയാണല്ലേ. നിങ്ങൾ ആ ഒരു സറണ്ടർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഈ ഒന്നുമല്ലാതാകും എന്നുള്ളതാണ് വാസ്തവം. ഇനി നമ്മൾ ഈ വിഷമിച്ച് കരഞ്ഞു തീർക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് പറയുന്നത്? എന്നെ കേൾക്കാൻ ആരുമില്ല, എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല എന്നല്ലേ. പക്ഷേ ബാബ നിങ്ങളുടെ ഓരോ കരച്ചിലും നിശബ്ദമായി നിരീക്ഷിക്കുന്നുണ്ടെന്ന് എപ്പോഴും മനസ്സിലാക്കുക. നിങ്ങളുടെ ഓരോ പ്രാർത്ഥനകളും മറ്റാര് കേട്ടില്ലെങ്കിലും ബാബ ചെവി കൊടുത്ത് കേൾക്കുന്നുണ്ട്, അതെല്ലാം കേൾക്കുന്നുണ്ട്. പക്ഷേ നമ്മളത് പലപ്പോഴും മനസ്സിലാക്കാറില്ല അല്ലേ. നമ്മൾ ഇനി തുടങ്ങി നമ്മുടെ മനസ്സിൽ വല്ലാത്തൊരു വിഷമം വരുന്ന സമയത്ത്, നമ്മൾ തീർത്തും ഒറ്റപ്പെട്ടു പോകും എന്നുള്ള സമയത്ത് മനസ്സിലാദ്യം കൊണ്ടുവരേണ്ട ചിന്ത എന്ന് പറയുന്നത്, ഈ ഒരു നിമിഷത്തിലും ആരും എന്നോടൊപ്പം ഇല്ലാത്ത ഈ ഒരു സാഹചര്യത്തിലും എൻ്റെ എല്ലാ പ്രാർത്ഥനകളും എൻ്റെ ഓരോ കരച്ചിലുകളും നിശബ്ദമായി ബാബ നിരീക്ഷിക്കുന്നുണ്ട്. ബാബ എനിക്ക് വേണ്ടി ഈ സമയം പ്രവർത്തിക്കുന്നുണ്ട്. ആ ഒരു പ്രവർത്തനത്തിൻ്റെ ഫലം ചിലപ്പോൾ ഇപ്പോൾ എനിക്ക് മനസ്സിലാകില്ലെന്ന് വരാം. പക്ഷേ നാളൊരു സമയത്ത് ഞാൻ ഇന്ന് ഈ കരഞ്ഞു തീർത്ത ഓരോ സാഹചര്യത്തിനും ബാബയോട് നന്ദി പറയേണ്ട ഒരു നിമിഷം ഉറപ്പായും എൻ്റെ ജീവിതത്തിൽ വന്നെത്തും. കാരണം ഇപ്പോൾ നമുക്ക് ആ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരം ആയിട്ടില്ല. ഇപ്പോൾ നമ്മളെ ഒറ്റപ്പെടുത്തുന്നവരുണ്ടാകാം, നമ്മളിപ്പോൾ ഒറ്റപ്പെട്ട് നിൽക്കുന്നവരായിരിക്കാം. പക്ഷേ ആ സമയത്തൊന്നും ബാബ നമ്മളോടൊപ്പം ഇല്ല എന്ന് വിചാരിക്കരുത്. അതുപോലെ നിങ്ങൾ ചെയ്യേണ്ടത്, നമുക്ക് ഈ സമയത്ത് അത്യാവശ്യമെന്ന് പറയുന്നത് നമുക്ക് മനസ്സിന് വല്ലാത്തൊരാശ്വാസമാണല്ലേ. അത് നമ്മൾ ഒരു വ്യക്തികളിൽ നിന്നും ചിലപ്പോൾ നമുക്ക് ലഭിച്ചില്ലെന്ന് വരാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, കണ്ണുകൾ അടച്ച്, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഏറ്റവും വിഷമമുള്ള സമയത്തും നമുക്ക് ഒരു നന്ദി പറയണമെന്നുള്ള സമയത്തും ബാബയെ ഓർക്കണമെന്നുള്ള സമയത്തും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മാനസപൂജ എന്നാണ്. കാരണം കണ്ണുകളടച്ച് ബാബയുടെ ആ പരിപൂർണ രൂപം മനസ്സിൽ നമ്മൾ കൊണ്ടുവന്നതിന് ശേഷം പറയേണ്ടത്, ബാബ, എൻ്റെ ഈ കണ്ണുനീരും എൻ്റെ ഈ പ്രാർത്ഥനയും ഞാൻ നിൻ്റെ തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നു. ആരും എന്നെ മനസ്സിലാക്കാത്ത സമയത്തും നീ എന്നെ മനസ്സിലാക്കുന്നു, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് ഞാൻ ഇന്നീ നിമിഷം തിരിച്ചറിയുന്നു. ഈ രണ്ട് വാക്കുകൾ മതി. നിങ്ങൾക്ക് ആ ഒറ്റപ്പെടലിൽ നിന്നും ഒരു ശക്തി ലഭിക്കും. നിങ്ങളുടെ കൂടെ ബാബയുണ്ടെന്നുള്ള ഒരു പ്രസൻസ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടും. അതുപോലെ നിങ്ങൾ ആ സമയത്ത് ഞാൻ ഇത്രയും പറഞ്ഞതിന് ശേഷം പറയേണ്ടത്, ഓം സായി രക്ഷക് ശരണം ദേവ. ഇതെപ്പോഴും നിങ്ങൾ പറയാം ഈ ഒരു പ്രാർത്ഥന നിങ്ങൾക്ക്. കാരണം ബാബയുടെ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് ലഭിക്കാൻ വേണ്ടി നമുക്ക് എപ്പോഴും ജപിക്കാവുന്ന ഒരു മന്ത്രമാണ് ഓം സായി രക്ഷക് ശരണം ദേവ. ഇത് നിങ്ങൾ എല്ലാ സിറ്റുവേഷനിലും ഇതുപോലുള്ള നമുക്കൊരു മെൻ്റൽ സപ്പോർട്ട് വേണമെന്ന് തോന്നുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ മനസ്സിരുത്തി കണ്ണുകളടച്ച് ബാബയോടായി പ്രാർത്ഥിക്കുക. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അത്രയും പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കരയണമെങ്കിൽ കരഞ്ഞു തീർക്കാം. കാരണം നമ്മളൊരു വ്യക്തികളുടെ മുൻപിൽ കരയുന്നതിലും നല്ലതാണ് ഈശ്വരൻ്റെ മുമ്പിൽ നമ്മുടെ പ്രാർത്ഥനകൾ പറഞ്ഞ് കരയുന്നത് കേട്ടോ. കാരണം അതെന്നായാലും കേൾക്കും, ആ ഒരു പ്രാർത്ഥന കേൾക്കും. അതുകൊണ്ട് തന്നെ കരഞ്ഞു
നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം ആ പ്രാർത്ഥനയുടെ അവസാനം ഞാൻ ഈ പറഞ്ഞ ഒരു മന്ത്രം നിങ്ങൾക്ക് ഉച്ചരിക്കാം കേട്ടോ. ഒരു 5 വട്ടമോ ഒരു 11 വട്ടമോ അങ്ങനെ എത്ര വട്ടം വേണമെങ്കിൽ നിങ്ങളുടെ മനസ്സിനൊരു സമാധാനം ലഭിക്കുന്നവരേക്കും പറയുക. ഓം സായി രക്ഷക് ശരണം ദേവ. അത് മനസ്സിൽ ബാബയെ സങ്കല്പിച്ച് പറയുന്ന എത്രത്തോളം നിങ്ങൾ പറയുന്നുവോ അത്രത്തോളം അതിനൊരു എഫക്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ഇനി ആരും ഒറ്റപ്പെടലിനെ ആലോചിച്ച് ദുഃഖിക്കരുത്. ബാബ നമ്മോടൊപ്പം സദാ ഉണ്ടെന്ന് വിശ്വസിക്കുക കേട്ടോ. എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ. ഓം സായിറാം.